മമ്മൂട്ടി നായകനായ സിനിമയ്ക്കെതിരെ ഇപ്പൊ ഹൈക്കോടതിയിൽ നോട്ടീസ് പോയി പ്രൊഡ്യൂസർക്ക്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ പരസ്യം നമ്മൾ പത്രങ്ങളെല്ലാം കണ്ടു. വ്യത്യസ്തനായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടിയുടെ ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ പോറ്റി ഇല്ലം, കുഞ്ചമൺ പോറ്റികളുടെ ഇല്ലത്തിന്റെ കഥയാണ് ബ്രഹ്മയുഗത്തിൽ പറയുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്ത പരാതിയിൽ പറയുന്നത്. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു നമ്പൂതിരി ഇല്ലമാണ് കുഞ്ചമൺ ഇല്ലം. അവിടുത്തെ പോറ്റികൾ, പ്രത്യേകിച്ച് പ്രശസ്തനായ പോറ്റി, അയാള് മന്ത്രവാദവും ദുർമന്ത്രവാദവും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നാണ് ബ്രഹ്മയുഗത്തിൽ പറയുന്നത്. അത് തങ്ങളുടെ കുടുംബത്തിന് സൽപ്പേര് കളയും, മാനഹാനി ഉണ്ടാവും, കുടുംബത്തിനെതിരായിട്ട് ഉള്ള ഒരു നീക്കമായിട്ട് കണക്കാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് നിരോധിക്കണം, ഈ പടം നിരോധിക്കണമെന്ന് ഉള്ള ഒരു പരാതിയാണ് ഹൈക്കോടതി പോയിരിക്കുന്നത്. എതിർകക്ഷികൾക്ക് നോട്ടീസ് പോയി കഴിഞ്ഞു. ഇത് കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലുള്ള ഒരു കഥയാണ്. ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ചമൺ പോറ്റികളുടെ കഥ. അവർ ദുർമന്ത്രവാദം ചെയ്യുന്ന ചില ഹിന്റുകൾ അതിനകത്തുണ്ട്. ആ ദുർമന്ത്രവാദി ആളാണ് ഈ കുഞ്ചമൺ പോറ്റി എന്ന കുടുംബത്തിലുള്ളവരെ എന്നാണ് ബ്രഹ്മയുഗത്തിൽ പറയുന്നത്. കുഞ്ചമൺ പോറ്റിയുടെ പകരം കുഞ്ചമൺ പോറ്റി എന്നും പറയുന്നത് ഒന്നാണ് എന്നാണ് അവർ കോടതി കൊടുത്ത ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ ഒരു ഇല്ലമാണ്, ഒരു പോറ്റിയുടെ ഇല്ലമാണ് ഇതെന്നുള്ള ധ്വനി മാത്രമല്ല കഥാപാത്രവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പേരിനും വലിയ സാമ്യമുണ്ട്. അതുകൊണ്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞപ്പം ഹൈക്കോടതി എന്തായാലും നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. നായകനായ കുഞ്ചമൺ പോറ്റി അവതരിപ്പിക്കുന്ന ആള് മന്ത്രവാദവും ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി ദേഹം മുഴുവൻ കരിപൂശി വ്യത്യസ്തനായ ഒരു റോളിലെ ഇരിക്കുന്ന പടമാണ് നമ്മൾ മനോരമ പോലുള്ള പത്രങ്ങളിൽ കണ്ടത്. ആ ചിത്രത്തിലെ കഥാപാത്രങ്ങളും അതിൽ പല പേരുകളും തങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെ തന്നെയാണ് എന്നൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഈ ചിത്രം നിരോധിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ കാരണം. അതിൻ്റെ ഡയറക്ടർ സദാശിവൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ശിവൻ സദാശിവനാണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്ക് നോട്ടീസ് പോയിട്ടുണ്ട്, പ്രൊഡ്യൂസർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. കേരളത്തിലെ പല കുടുംബക്കാരുടെ ചരിത്രങ്ങൾ ഐതിഹ്യമാലയിലും അതുപോലെയുള്ള കേരളത്തിൻ്റെ ചരിത്രങ്ങൾ ചരിത്ര പുസ്തകത്തിലൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കഥ മെനഞ്ഞ് സിനിമ നിർമ്മിക്കുന്നത് അത് കുറ്റകരമായിട്ട് തന്നെ പറയാൻ ഒക്കുള്ളൂ. കാരണം ഓരോ കുടുംബങ്ങളുടെ ചരിത്രം പറയുന്ന ചരിത്ര ലേഖനങ്ങൾ അതുപോലെ പുസ്തകങ്ങൾ മലയാളത്തിൽ ധാരാളമുണ്ട്. അവരുടെ വംശക്കാർ ഇപ്പോഴും ആ കുടുംബത്തിലുണ്ട്. താഴമൺ ഇല്ലം നമുക്കറിയാം. അങ്ങനെ കുറേ മനകൾ ഉണ്ട്. അവരൊക്കെ ദുർമന്ത്രവാദം ചെയ്യുന്നു, നല്ല മന്ത്രവാദം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ചില കാര്യത്തെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മമ്മൂട്ടിയുടെ ചിത്രം നിരോധിക്കണമോ, അല്ലെങ്കിൽ അത് വീണ്ടും റീ എഡിറ്റ് ചെയ്യണമോ, അതിൻ്റെ സെൻസർഷിപ്പ് പിൻവലിക്കണമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടാവും. അവര് ഈ സിനിമ നിർമ്മിച്ചവരും മമ്മൂട്ടിയും അവർക്കും നോട്ടീസ് പോയിട്ടുണ്ടാവും. മലയാളത്തിലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പേരെടുത്തുള്ള മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ബ്രഹ്മയുഗത്തിലെ കഥാപാത്രം തീർച്ചയായിട്ടും ആ കുടുംബത്തിന് മാനഹാനി വരുത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് ചിലപ്പോൾ നിരോധിച്ചെന്ന് വരാം, അല്ലെങ്കിൽ റീ എഡിറ്റ് ചെയ്ത് ആ കുടുംബ പേരുകൾ മാറ്റി ദുർമന്ത്രവാദങ്ങളൊക്കെ മാറ്റി അത് പുനഃസൃഷ്ടിച്ച് അത് റിലീസ് ചെയ്താലേ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഭീമമായ നഷ്ടവും തന്നെ വരും. ഇപ്പം കൊടുത്തിരിക്കുന്ന ആ പബ്ലിസിറ്റി 2 ദിവസത്തിനകം ആ പടം റിലീസ് ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ നോട്ടീസ് പോയിരിക്കുന്നു. അതുകൊണ്ട് അതോടെ റിലീസാകില്ല. ഐതിഹ്യമാലയിലെ വളരെയധികം ചരിത്രങ്ങൾ പലരും വ്യത്യസ്തമായ രീതിയിൽ ആ കഥാതന്തു എടുത്തു പോയിട്ടുണ്ട്. കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ പിൻതലമുറക്കാർക്ക് അവകാശപ്പെട്ടതാണ് ആ പുസ്തകത്തിന്റെ റൈറ്റ്. ആ കോപ്പി റൈറ്റ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പല ആൾക്കാരും വ്യത്യസ്തമായ
ഭാവന ഒട്ടും തന്നെ ഇല്ലാത്തവർ പലരും ചരിത്രാഖ്യായികളൊക്കെ എടുത്ത് അവർക്ക് തോന്നിയ പോലെ വളച്ചൊടിച്ച് ആ കുടുംബത്തിനോ അല്ല കഥാപാത്രങ്ങൾക്കോ ആ കഥാപാത്ര വംശപരമ്പരകൾക്കോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ധാരാളം സിനിമകൾ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം. അങ്ങനെ അവർക്ക് സ്വയമായിട്ട് അവരുടെ ഭാവനയെ വിരിയുന്ന കഥകൾക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായനക്കാരായി വന്നിട്ടുള്ളത്. അപ്പം കഥാതന്തുക്കൾ ചിലപ്പം ചില ഗ്രാമത്തിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അവരുടെ പേര് പറയുകയോ അവരുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ കാര്യങ്ങൾ നറേറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് കുറ്റകരം തന്നെയാണ്. ഏതായാലും ഹൈക്കോടതി ഇപ്പൊ നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഈ പ്രമയുഗം അടുത്ത ദിവസം റിലീസ് ആകില്ല. മറ്റൊന്ന്, അത് റീഷൂട്ട് ചെയ്യേണ്ടി വരും. അത് കോസ്റ്റ് വളരെ കൂടും. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഇപ്പം വന്നിരിക്കുന്ന ആ തേജസ് മങ്ങിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്.